ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായി ഒരു MLA ഒരു പരിപാടിക്കെത്തുന്നു. സംഘാടകരുടെ പിഴവിനാൽ MLA ആ വേദിയിൽ നിന്നും താഴെ വീഴുന്നു. ഗുരുതരമായ പരിക്കേറ്റ MLAയെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. എന്നാൽ ഇങ്ങനെയൊരു വീഴ്ചയോ അപകടമോ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ഗിന്നസ് ലോക റെക്കോർഡിന് വേണ്ടി ആ പരിപാടി മാറ്റിവെക്കാനോ നിർത്തിവെക്കാനോ ആ സംഘാടകർ ആ സമയത്ത് പോലും തയ്യാറായില്ല. കിട്ടാൻ പോകുന്ന ലോക റെക്കോർഡിന് വേണ്ടി മനുഷ്യത്വവും ആതിഥ്യമര്യാദയും മറന്ന കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത സംഘാടകരുടെ പ്രവൃത്തിയെ കേരളം അമർഷത്തോടെ മാത്രമേ നോക്കിക്കാണുന്നുള്ളൂ. മനുഷ്യത്വത്തിന് മുൻഗണന കൊടുക്കാതെ നേട്ടങ്ങൾ നിങ്ങൾ എത്ര വാരിക്കൂട്ടിയാലും അതിന് ജനമനസ്സിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് ആ നൃത്തത്തിന് നേതൃത്വം കൊടുത്ത ആളുകളോ അതിൻ്റെ സംഘാടകരോ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സിനിമാ താരത്തിൻ്റെ നേതൃത്വത്തിൽ 12,000-ഓളം ആളുകൾ സംഗമിച്ച സമൂഹ നൃത്തം, നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ചിലങ്ക കെട്ടിയാടുന്ന കലാകാരികളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ MLA ഉമാ തോമസിന് എന്ത് സംഭവിച്ചു എന്ന് മലയാളികൾ പിന്നീട് അറിയുമ്പോഴാണ് ഇത്രയും മനുഷ്യത്വമില്ലാത്തവരായിരുന്നു ഈ സംഘാടകരെന്ന് നാം ചോദിച്ചു പോകുന്നത്. കലൂർ സ്റ്റേഡിയത്തിൽ 12,000 ഭരതനാട്യ നർത്തകർ പങ്കെടുത്ത മൃദംഗനാദം നൃത്തസന്ധ്യയിൽ പങ്കെടുക്കാനായാണ് MLA സ്റ്റേഡിയത്തിൽ എത്തുന്നത്. 20 അടിയോളം താഴ്ചയിലേക്ക് വീണ MLAക്ക് തലക്ക് ഉൾപ്പെടെ ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഗാലറിയുടെ അറ്റത്തായി നിൽക്കുകയായിരുന്ന MLA കാൽ വഴുതി താഴേക്ക് വീഴുകയാണ്. കോൺക്രീറ്റിൽ തലയടിച്ചാണ് വീണതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ കാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. റിബൺ കെട്ടിയായിരുന്നു സ്റ്റേജിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നത്. ഗാലറിയിലെ കസേരകൾ മാറ്റി സ്ഥാപിച്ചായിരുന്നു താൽക്കാലികമായി സ്റ്റേജ് നിർമ്മിച്ചിരുന്നത്. ഇത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ സംഘാടകർക്ക് അനുമതിയുണ്ടായിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരു പക്ഷേ അപകടം സംഭവിക്കുക എന്നതൊക്കെ അംഗീകരിക്കാം, അതൊരു പക്ഷേ തടയാൻ ഒന്നുമുണ്ടാകില്ല, അത് ചില ഘട്ടങ്ങളിൽ അങ്ങനെയാണ്. പക്ഷേ അതിനേക്കാൾ ഒരു അപകടം നടന്നിട്ടും ആ പരിപാടിയുടെ സംഘാടകർ ആ അപകടത്തെ ഗൗനിക്കാതെ പരിപാടി തുടർന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അപകടം നടന്നത് മറച്ചു വെക്കുക കൂടി ചെയ്തു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വേദിക്കരികിൽ കുറച്ചധികം യൂട്യൂബർമാരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അവരൊക്കെയും സംഭവം മറച്ചു വെക്കുകയാണ്. വലിയൊരു പ്രോഗ്രാം ആയിരുന്നതിനാൽ സംഘാടകരുടെ ലക്ഷ്യത്തെ അത് ബാധിക്കും എന്ന് കണ്ടുകൊണ്ടായിരിക്കണം അപകടം ഇവർ മറച്ചു വെച്ചിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു മനുഷ്യനോ സമൂഹമോ എത്ര ഉന്നതിയിലെത്തിയാലും എത്ര റെക്കോർഡുകൾ വാരിക്കൂട്ടിയാലും നേടിയെടുത്താലും മനുഷ്യത്വത്തിന് അവർ മുൻഗണന നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ വാരിക്കൂട്ടിയവ കൊണ്ട് ഒരു ഉപകാരവുമില്ല, ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജനമാണ് ഏതൊരു അവാർഡിനെയും സ്വീകരിക്കുന്നതും തള്ളുന്നതുമൊക്കെ. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ നൃത്തത്തിൻ്റെ ശകലങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വാത്തോരാതെ പല നൃത്ത അധ്യാപികമാരും മറ്റ് സംഘാടകരുമൊക്കെ ആ നൃത്ത സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ നൃത്ത കലയുമായി ബന്ധപ്പെട്ട ആ ഒരു ഇവൻറ്റിനെ കുറിച്ച് വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇവരൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതിന് ഞാൻ പലതരത്തിലുള്ള ഈ കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ആ ദിവസം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, കലൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു ദിവസമായി എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുക. കാരണം ആ ഒരു തരത്തിലുള്ള ഒരു ക്രമീകരണവും, അത് ട്രാഫിക് ഗതാഗതമാവട്ടെ മറ്റ് സംവിധാനങ്ങളാവട്ടെ, ഒരു ക്രമീകരണവും ഏർപ്പെടുത്താതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന്. സാധാരണഗതിയിൽ കലൂർ സ്റ്റേഡിയത്തിൽ ഇൻ്റർനാഷണൽ തലത്തിലുള്ള ക്രിക്കറ്റ് മാച്ചുകൾ നടക്കുമ്പോൾ പോലും വ്യക്തമായ പദ്ധതികളും ട്രാഫിക് നിയന്ത്രണങ്ങളും ഒക്കെ അവിടെ നടക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും അവിടെ നടന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിനെയോ പോലീസിനെയോ അറിയിക്കേണ്ട പല കാര്യങ്ങളും സംഘാടകർ അറിയിച്ചില്ല എന്നതാണ് ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ സംഘാടകർക്ക്, അല്ലെങ്കിൽ ഏതൊരു സംഘാടനത്തിനും എന്ന് നമുക്ക് ആശിക്കാം. ഉമാ തോമസ് വളരെ പെട്ടെന്ന് തന്നെ സുഖമായി ആരോഗ്യത്തോടു കൂടി തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. Waytonikah.com, the exclusive Muslim matrimonial site.